ഒരു പുഴയെന്ന് പുറത്തിറങ്ങാൻ ഇത്രയും പാടായിരുന്നു ഗൈസ് സർവൈവലില്. അങ്ങനെ ഗൈസ് ഫൈനലി ഇതിൻ്റെ പേര് മൈൻക്രാഫ്റ്റ് എന്നായിരുന്നു ഗൈസ്. മൈൻക്രാഫ്റ്റില്ല, എന്തോ ബ്ലോക്ക് റൈസ് അങ്ങനെ എന്താണ് പേര്. ഞാൻ പേര് നോക്കാൻ പോയതായിരുന്നു ഗൈസ്. സോ നമ്മൾ ഫസ്റ്റ് ഗെയിം എന്ന് പറയുമ്പോൾ റിയലി ഇമാജിനഡ് നമുക്ക് പന്നി പന്നിനെ കൊല്ലാൻ പറ്റുമോ ഗൈസ്? അവിടെ പന്നിനെ കൊല്ലാൻ പറ്റും ഗൈസ്, കൊല്ലാൻ പറ്റും. സോ നമുക്ക് ഇത്രയ്ക്ക് എങ്ങനെ ഇതുണ്ട്. പിന്നെ രാത്രിയാകുമ്പോൾ കുറച്ച് ആൾക്കാർ വരും. നമ്മൾ ആൾക്കാരുടെ നിന്നൊക്കെ രക്ഷപ്പെടണം, അതിനെയൊക്കെ കൊല്ലണം ഗൈസ്. പിന്നെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ. അയ്യോ ഇതെന്താണ് ഗൈസ്? ഈ ഗെയിമിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഈ ഗെയിം എന്തിനാണ് ഗൈസ്? വെറുതെ പെട്ടിയുണ്ട്, പെട്ടി. പിന്നെ എന്തിനാണ് ഈ ഗെയിം ഉണ്ടാക്കി വെച്ചേക്കണത്? എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബിലോ. ഈ ചിക്കനിൽ കോഴീനെ കൊന്നു, കുറച്ച് പോയിൻ്റ് കിട്ടി. ഇവനേതാണ് ഏതോ വന്നിട്ട് എൻ്റെ ഫേസിൻ്റെ അവിടെ. നമുക്ക് ഇവന്മാരെ കൊല്ലാൻ പറ്റുമോ? ഞാൻ ഒന്ന് ട്രൈ ചെയ്തോട്ടെ ഗൈസ്. എനിക്ക് ഈ ഗെയിമിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. നമ്മളെ കൊല്ലുവന്മാർ, നമുക്കൊരു കൊല്ലണം ഗൈസ്, കൊല്ലണം. ഇപ്പം ഗൈസ് രാത്രിയിൽ ഇവന്മാർ വരുന്നു. ഇവന്മാർ ചെയ്യുന്നതാണ്. ഇവിടെ പിറകിൽ വേറെ ഒരുത്തുണ്ട്. എനിക്കെന്താ എന്നെ കൊല്ലല്ലടേ. ശിവന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിവരെ രണ്ടുപേരും ഒരുമിച്ച്. ഇതിന് കൺട്രോൾ കുറച്ച് പാട് തന്നെയാണ്. പൊടാപിക്കേ അപ്പുറത്തെ സൈഡിൽ ഒരുത്തൻ നടക്കണ്ടല്ലോ ഗൈസ്. അപ്പുറത്തെ സൈഡിലേതവനാണ്. പിന്നെ സ്പൈഡർ ഇവന്മാരുടെ അടുത്തൊന്നും പോവണ്ട. ഇവൻ എന്നെ പറ്റിയവരുണ്ട ചേടേക്ക് അടുത്തവൻ. വേറെ ഒരു തന്നെ കണ്ടു. എന്നെ കണ്ടു. പണി. എൻ്റെ പൊന്നെ ടീക്കൊരു കുഴി പണി പായടാ. എൻ്റെ പൊന്നെ ഗൈസ്, ഇത് എന്ത് ഗെയിമാണ്? ഇഷ്ടംബു പണി പാടി. പെട്ടു. നമ്മൾ ഈ ഇവിടെ പെട്ടുപോയി ഗൈസ്. ഇവിടേക്കാവുമ്പോൾ കയറി വരാമെന്നറിയില്ല. വന്നു. നമ്മൾ ചത്തു ഗൈസ്. നമ്മൾ ചാവില്ല. നമ്മൾ ഇവനെ കൊല്ലും ഗൈസ്. നമുക്ക് ഇവൻ്റെ ചേഞ്ച് ചെയ്ത് തന്നാൽ മതി. പണി പാടിയടാ. പണി പാടി. ഇയാൾ സോംബിനെയൊക്കെ നമ്മൾ കൊന്നെന്നാണ് എനിക്ക് തോന്നണേ. ഗൈസ് നമ്മൾ ഇയാളെ കൊന്നാ. കുറച്ച് എല്ലും കിട്ടി, ആരോയും കിട്ടി. പിന്നെ ഇവിടെ ആരെങ്കിലുണ്ടോ? ഇവിടെ വേറെ ഒരുത്താ വഴി കൂടെ നടക്കണ്ടല്ലോ അമ്മമാർക്കൊന്നും. പിന്നെ കണ്ട് ഓടിക്കോ. ഇവിടെ നിന്നാണെങ്കിൽ കുറച്ച് കട്ടിയെടുക്കാൻ കഴിയാതെ പൊന്തി പോവാനും പറ്റുന്നത്. നമ്മൾ എന്നാണ് പേടിക്കണത്? ഇത്രയ്ക്ക് ലൈഫായിട്ടുണ്ട്. അമ്മച്ചി പണി ചത്തു. ഇതെന്ത് ഗെയിമാണ് ഗൈസ്? ഇതെന്ത് ഗെയിമാണ്? സ്റ്റീവൻസ് ബ്രോക്കൺ പോയി. എന്ത് ഗെയിമാണ്? രാത്രിയെ സേഫ്. ഇവനൊക്കെയറിയാം. ഇവൻ സോംബി. പക്ഷെ ഇതിൻ്റെ അകത്ത് സോംബി അല്ല ഗൈസ്, വേറൊരാളാണ് പ്രശ്നക്കാരൻ. സോംബി. നമ്മൾ ഇവിടേക്കൊന്നും പെട്ടുപോരുത്. അയ്യാ പെട്ട് പോരുതെന്ന് പറഞ്ഞോളൂ. അപ്പേക്കും പെട്ടാ. എന്ത് കളിയാണ് ഗൈസ്? ഇതിനുള്ള കളിയൊക്കെ എനിക്കറിയാം.
ഞാൻ ഒരു വട്ടം നമ്മൾ ഗെയിം തുടങ്ങണേക്ക് പോയി ഐശ്വര്യമായിട്ട് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവനേതാ എടാ കൊല്ല് ഗൈസ്, എന്നെ കൊല്ല അങ്ങനെയാണെങ്കിൽ മര്യാദക്ക് ഒരു മര്യാദക്ക് കൊല്ലില്ല. ആ എന്നെ പുറത്തേക്ക് ആക്കിയാലോ നിങ്ങൾക്ക്? ആക്കിയെന്ന ഗൈസ്. ഓ പണി 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 പണി. ചേട്ടാ ഇവന്മാരെ കൊണ്ടൊരു ഉപകാരം ഉണ്ട് കേട്ടോ. മാറി ഞാൻ അവിടെ പെട്ടില്ലേ അഞ്ഞൻ്റെ നീ എന്താ കാണിച്ചത് മുമ്പ് തന്നെ? ഇപ്പം കയറാൻ നോക്കണ്ടല്ലേ? കയറ് ശരിക്കും ഇവിടെ പോയി അടിക്കണം. തീരാ എല്ലാവർക്കും ഇവിടെ കൊടുക്കുന്നുണ്ട് പൊടിപ്പൊടി ചായ. പിടിച്ചോ അല്ലേ ശിവന്മാരെ ഇതിനെ കുറിച്ച് എന്താണ് വിചാരിച്ചത്? ഇതിനകത്ത് കുറേ ആൾക്കാരിങ്ങനെ കൊല്ലാൻ പറ്റും, അല്ലാതെ വേറൊന്നും ഞാൻ ഈ ഗെയിമിനകത്ത് കണ്ടില്ല. പിന്നെ നിങ്ങൾ പിന്നെ മൈൻക്രാഫ്റ്റ് ഒന്നും പേരില്ല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്കിത് വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പം കാണിച്ചു തരാം. ഇവന് എന്താണ് ഒരു വിഷപ്പൊക്കെ ഇടുന്നുണ്ട്. എടാ എനിക്കൊരു അടി കിട്ടി. എടി ഇവന്മാരുടെ ഒരു അടി മതി. ഇയാള് സീനാണ്. ശരിക്കെന്താണ് ഇവന്മാരെ അടിക്കാൻ പറ്റാത്തത്? താൻ ബുദ്ധിയാടോ, തൈരുണ്ടെങ്കിൽ ബുദ്ധിയാടാ. എടാ എനിക്കും കിട്ടണ്ടല്ലോ ഇയാളുടെ അടി. അടിച്ചോ പച്ചരടി കിട്ടില്ല. ഇയാള് സീനാണ്. എനിക്ക് വരണം ഇങ്ങോട്ട്. ഞാനും പമ്പാറിൻ്റെ അടുത്തുനിന്ന് പോവാണ് ഗൈസ്. ചേട്ടാ ഇവന് ഇവിടെ നിന്ന് അടിക്കൂലെന്നെ തലളവാൻ. അവരെ കൊന്നുകളഞ്ഞു. തന്നെ കൂടെ കൊന്നുകളയാണ്ടല്ലോ. ചിലപ്പോൾ ആർമറൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇയാളെ കൊല്ലാണെങ്കിൽ നമുക്ക് ഇയാളുടെ ആർമറൊക്കെ കിട്ടും. ഇയാളെ പക്ഷെ കൊല്ലാൻ പറ്റണ്ടേ? ചടിക്കോ ചാടി ചത്തില്ലേ? എൻ്റെ അപ്പൂനെ ഇയാൾ ചത്തുണ്ടായിട്ടില്ല. ചത്ത് അയാൾ ചത്ര. ഈ വഴിക്കൂടെ നമുക്ക് പോവാം. ഈ പ്രശ്നം അയ്യാ പെടല്ലേ ഇവിടെയും പെട്ടല്ലേ. ക്യാരറ്റ് എല്ലാം കഴിക്കണ്ടേ? നമുക്ക് ഭക്ഷണം കഴിക്കണം ഗൈസ്, എന്നാലാണ് നമ്മുടെ ഹാർട്ട് ഫില്ലാവുള്ളൂ. ഇതിനെ കുറിച്ചൊക്കെ എനിക്കറിയാം. എൻ്റെ കട്ട എടുക്കട്ടെ ഞാൻ. എൻ്റെ പൊന്ന് ഗൈസ്, ഞാനിഞ്ഞൊന്ന് നമ്മൾ ഒരുത്ത മാത്രം ഇതിൻ്റെ കൊന്നില്ല കേട്ടോ. പായസത്തിൻ്റെ അകത്ത് ഫുഡ് കഴിക്കണം, നമ്മൾ ക്യാരറ്റ് കഴിക്കണം. ഏതാണോടാ എടാ, ഞാൻ നിങ്ങളൊന്നും ചെയ്യണില്ലല്ലോ, വെറുതെ കിടന്ന് അടിക്കണം ഗൈസ് ഇവര്. ഏതാണ് ഇവൻ തീരാ അമ്മമാർക്കൊന്നും ഉറപ്പാണ്. ഏതവനെ എൻ്റെ പറയും. അയ്യോ ഇവനേതറാ തീപ്പോടാ താൻ പോടും. എല്ലാവരും ഉണ്ടല്ലോടാ എൻ്റെ പറക്കി കൂടെ. എടാ സൂര്യൻ ഉദിച്ച് എന്താ അവിടെ സംഭവിച്ചത്? എടാ അവർ രണ്ടൊരു ഫൈറ്റാ. എന്നെ പിടിക്കാനായിട്ട് ഈ സോംബീസിന് എന്താണ് സൂര്യൻ ഉദിക്കുമ്പോൾ ഇവർക്ക് എന്തോ പറ്റുമെന്നാണ് ഞാൻ കേട്ടേക്കണത്. അപ്പം ഞാനിവരെ സൂര്യൻ ഉദിക്കണ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. സൂര്യ ഉദിച്ചു വാ സൂര്യ. ഹേയ് ഇതെന്താണ് ഭയങ്കര
സൂര്യൻ ഉദിച്ചിട്ടൊന്നും ഉണ്ടായില്ലല്ലോ. സംഭവിച്ചിട്ടില്ലല്ലോ. സൂര്യൻ പൊന്തിയില്ല എന്ന് അയക്കുക തോന്നണം. ഇവരെ മലമുകളിൽ ഞാൻ കൊണ്ടുപോകാൻ പോവാം. താൻ കയറുകയാടോ. ഇങ്ങോട്ട് കയറുക. കുറേ ഫ്യൂ ഉള്ളൂ, പക്ഷെ നമുക്ക് നോക്കാം ഗൈസ്. പിന്നെ ക്യാരറ്റൊക്കെ മുളകൊക്കെ ഒരുമിച്ച് കഴിച്ചോ. നമ്മുടെ ഫുഡും കുറവാണ്, എല്ലാം കുറവാണ്. നമ്മുടെ ഫുഡ് കഴിഞ്ഞ സൂര്യന് ഉദിച്ചിട്ട് ഇയാൾക്കൊന്നും പറ്റുള്ളല്ലോ. ഒന്നും പറ്റിയില്ലല്ലോ ഗൈസ്. ശരിക്കും എന്തേലും പണിവാളി. ശരിക്കും എന്തേലും പറ്റേണ്ടതല്ലേ. ഫുഡ് മര്യാദ കഴിക്കണം. ചിക്കനെ കൊല്ലാൻ സിമ്പിളാണ് ഗൈസ്. അതുകൊണ്ട് ചിക്കനെ തന്നെ കൊന്നേക്കാം. ഓടരുത്. ഇവിടെ നിന്നേക്കത്തെ കുറച്ച് പോയിന്ന് കിട്ടിയിട്ടുണ്ട്. രാജിക്കനും കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ നിങ്ങൾ പച്ചമീറ്റ് എടുത്ത് കഴിക്കാൻ പാടില്ല. നാളെ ഇവിടെ എന്തോ സെറ്റപ്പ് ഉണ്ടല്ലോ. പിന്നെ ഗൈസ് എനിക്കൊരു കാര്യം അറിയാം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. ടൈപ്പ് ചെയ്ത് നോക്കാം ഗൈസ്. സോറി, എന്തൊക്കെയാണ് ഞാനിവിടെ അമർത്തണം. ടേബിൾ, ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് എന്താണ് കേസ് ഒന്നും കാണാത്തത്. ഇത് അതിനായിട്ട് ഓക്കെ ഫുഡ് പ്ലാൻസ് വേണം. അതിനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ പ്ലാൻസ് എവിടെ നിന്നാണ്. ഇവിടെ തേനീച്ച ഉണ്ടല്ലോ. ഇവിടെ തേനീച്ച. തേനീച്ച എന്നാണ് പെട്ടിയിരിക്കണേ. തേങ്ങ എടുക്കട്ടെ ഗൈസ്. അയ്യാ എൻ്റെ പൊന്നെ. എടാ ഇതെന്താണ് ഗൈസ്? നമ്മൾ എവിടെ തൊട്ടാലും പണിയാ. എടാ പണിയാളിയടാ തേനീച്ച. നിന്റെ തേന ഞാൻ എനിക്ക് എടുക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. താഴെ പിന്നെ തോന്നി പോയെന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ പോയി. ഇനി ഇവിടെ നിന്ന് എങ്ങനെ കയറും? കല്ല് പൊട്ടിക്കുക അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനും. വല്ല ആവശ്യം ഉണ്ടായിരുന്ന കഴിച്ച് എനിക്ക് തേൻ എടുക്കേണ്ടത്. പക്ഷെ അപ്പുറത്തെ വരത്തെ പോയി ഞാൻ തേൻ ഇനി എടുക്കും. ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ടേ ഇനി ഞാൻ ആ തേനൊന്നും എടുക്കില്ലെന്ന് ചോദിച്ചാൽ അത് എടുക്കണ ഗൈസ്. വേണം അതൊക്കെ എടുക്കും. അത് കുറച്ച് സീനാണ് ഗൈസ്. പിന്നെ ആ മരം എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതുകൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ തേനും പോയി, എല്ലാം പോയി. ആ മരം അതാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. ഇത് നമുക്ക് വീടൊക്കെ പണിയാൻ പറ്റും. സോ നമുക്ക് വീട് പണിയണം. ഈ സെല്ലയുടെ എങ്ങനെയായിരുന്നു ഗൈസ്? ഇതങ്ങോട്ട് മറന്നു പോയില്ലോ. അല്ല ഈ മരമല്ല ഗൈസ്, മറ്റേ മരമാണ്. മറ്റേ ഇതിലുള്ള മരമാണ്. നമുക്ക് ആ മരം പോയി മുറിക്കാം. പിന്നെ കുറച്ച് ക്രാഫ്റ്റിംഗ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എനിക്കറിയാം ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. പക്ഷേ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് ഉണ്ടാക്കുന്നത്? അപ്പട്ടിയാണ് എൻ്റെ സംശയം ഇരിക്കണത്.
നമ്മളെ ഈ ഏതൊരു സൈഡാണ് ഗൈസ്. ഇവിടെ ചുറ്റും മരുഭൂമിയാണ്, മരുഭൂമി. ഇങ്ങനെ സാൻഡൊക്കെ പിടിച്ച് പന്നീന് കൊല്ലാം ഗൈസ്. എൻ്റെ ഭക്ഷണം നിങ്ങൾ തരാണ് പന്നി. പന്നിക്കുട്ടാ പന്നി ഏത് തല നമ്മൾ നല്ല ആക്രമിപ്പിക്കുമല്ലേ. പിന്നെ ഗൈസ് നമുക്കിത് തന്നെ അടിച്ച് കഴിക്കാൻ പറ്റില്ല. തൻ്റെ ഇത് കഴിക്കാൻ പറ്റില്ല. നമ്മളിത് കുക്ക് ചെയ്ത് കഴിക്കണം ഗൈസ്. എന്തൊക്കെ പരിപാടിയാണല്ലേ റിയൽ ലൈഫിൽ നമ്മളിങ്ങനെ പെട്ടിച്ചെടുത്തത്തിൽ. ഇട ഇത് നമ്മുടെ ചത്തേൻ്റെ ഇതല്ലേ. ചത്തേൻ്റെ അല്ലല്ലോ ഈ മരയെന്ന്. ഇപ്പോൾ തമ്പുരാനറിയാം നമുക്ക് ഈ മരം വെട്ടാം. അപ്പോൾ നമുക്കിവിടുന്ന് ഓക്കെ ഫുഡാണ് കിട്ടുക. നമ്മൾ ഇതുകൊണ്ട് ഓക്കെ ഇതുണ്ടാക്കണം. ഓക്കെ മനസ്സിലായാ? എത്ര ഫുഡ് വേണമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ രാത്രിക്കുള്ളിൽ നമ്മൾ അതെന്തായാലും സെറ്റാക്കും. ഓക്കെ ഗൈസ്, മറ്റേതും കൂടെ എടുത്തുണ്ട്. ഇതെന്താണ് ഗൈസ് മൈൻക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇത്രയ്ക്ക് ഫേമസ് ആകാൻ ഈ ഗെയിമിൻ്റെ അകത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പിന്നെ മൾട്ടിപ്ലെയർ ആയിട്ടൊക്കെ കളിക്കുമ്പോൾ സുഖം എന്നാണ് പറയണത്. ഇത് മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കാൻ ഓരോരുത്തർ ട്രൈ ചെയ്തുകൊണ്ട് ഗൈസ്. അതേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിനകത്ത് മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കുമ്പോൾ പെട്ടെന്നൊരു പരസ്യം വരും. അത് ചില ഫുള്ള് വരും. പക്ഷേ അത് വന്നാൽ പിന്നെ പോവില്ല. പിന്നെ നമ്മൾ ഓക്കെ അയ്യോ ക്രാഫ്റ്റിംഗ് ടേബിൾ അതിനാണ് ഓക്കെ വുഡ് പ്ലാങ്ക്സ് വേണം. നമുക്കിപ്പോൾ ഓക്കെ വുഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ പ്ലാങ്ക്സ് ഗൈസ്, വുഡ് പ്ലാങ്ക്സ് അല്ലേ. ഇങ്ങനെ നോക്കിയാൽ കിട്ടും. കിട്ടി. ഒന്നുകൂടെ ഉണ്ടാക്കാം. എന്താണ് ഇതിനാണിത് രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കണം. ഒരെണ്ണം ഉണ്ടാക്കാൻ മതിയില്ലേ ഗൈസ്? വെറുതെ പരമസുഖം. പണി എടാ എന്താണ് ഗൈസ്? എങ്ങനെയാണ് ഈ ഗൈസ്? ഇത് കുറച്ച് സീനാണ്. അപ്പം നമുക്ക് ഇന്ന് രാത്രി ഒരു ഫൈറ്റ് അങ്ങോട്ട് ചെയ്യാം. നമുക്ക് വേറെ ആൾക്കാരെ ഈ സാധനത്തിൻ്റെ അകത്ത് വെച്ച് പൂട്ടാം. ഇനി നമ്മൾ ഒരു കാര്യം വിചാരിച്ചു ഗൈസ്. നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയാണ്. ലോകത്തൊന്നും വിട പറയല്ല, ഈ സ്ഥലത്തൊന്നും വിട പറയാണ്. ഇവിടെ വെച്ച് നമുക്ക് മരണം ഉണ്ടായി, കുറേ സംഭവങ്ങളുണ്ടായി. ഇതിൻ്റെ എന്തിനാണ് വിട പറയണതെന്നല്ലേ. ഇനി ഗൈസ് നമ്മൾ ഈ മരുഭൂമിയിൽ നിന്ന് നേരെ നടക്കാൻ പോവാണ്. പിന്നെ ഇതിൻ്റെ അത് വില്ലേജൊക്കെ ഉണ്ടോണ്ടേ. ടച്ച് ചെയ്യല്ലേ. അത് വില്ലേജൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പിടിക്കാം. പിന്നെ ഇന്നത്തെ രാത്രി യുദ്ധം. ഓക്കെ നമ്മൾ ഇന്ന് രാത്രി ആവാറായി ഓൾറെഡി. ഓക്കെ ഗൈസ്, നമ്മളിനി നേരെ നടക്കാൻ പോവാണ്. സൂര്യൻ അസ്തമിക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ആ പ്രകൃതി കണ്ട് നടക്കാം ഗൈസ്. ഈ മരുഭൂമി കൂടെ നടന്നിട്ട് വലിയ ഉപകാരം. നമ്മുടെ യുദ്ധത്തിനുള്ള പ്രാങ്കുകളാണ് ഇവിടെ സെറ്റാക്കണത്. യുദ്ധമാണ് കഴിയുന്ന യുദ്ധം. ഇതെന്തിനാണ് ഞാൻ വെട്ടണമെന്നല്ലേ? ഇത് നമുക്ക് മാത്രമല്ലായിരിക്കും, വേറെ എല്ലാ സാധനത്തിനും കഴിക്കും. അതുകൊണ്ട് നമ്മൾ ഞാൻ മലയൊക്കെ കയറണ്ട മച്ചാനെ. ഈ സൈഡിലായിട്ട് വഴിയൊക്കെ കാണാണ്ട്, പക്ഷെ ആ മല കയറി പോവാം. എൻ്റെ സ്ട്രെയിറ്റ് ചെയ്താൽ നമുക്ക് അപ്പുറത്തെ പുല്ലപ്പ് തെങ്ങടി ഇപ്പാപ്പ്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ കൂടെ നടക്കണം. അതാണ് നല്ല കാര്യം.
സോ നമ്മളിനി വില്ലേജ് അല്ലെങ്കിൽ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് പോണോ എന്നിറങ്ങി നോക്കിയാലോ. എടാ വേണ്ട വേണ്ട വേണ്ട, ഇറങ്ങിയാൽ പിന്നെ അവന്മാരുണ്ടാവും. യവന്മാർ നമ്മൾ രാത്രി ഇപ്പോ ഓടിക്കോ. എനിക്ക് ഈ ഗെയിമിനെ കുറിച്ച് അറിഞ്ഞൂടാ. ഇന്ന് യുദ്ധമാണ് ഓർഡറാ. പക്ഷെ മലയിൽ നിന്നോടെ കിടക്കണം. ഹേയ് ഗായ്സ്, ഇപ്പോഴാണ് ശരിക്കൊരു ഇവൻ്റെ മേത്ത് കയറിക്കും. ഇത് കളയല ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയതുകൊണ്ടൊക്കെ. അല്ല മരമാണ് കണ്ടോ ഗായ്സ്. ഇതൊരു സൂപ്പർ ആക്റ്റീവ് ചന്ദ്രൻ. ഒരു ലളിച്ചം, സൂര്യൻ പോയി ചന്ദ്രൻ വരണേ, ചന്ദ്രൻ്റെ വഴി ഫോളോ ചെയ്യുന്നു. ആടെ ഇങ്ങോട്ട് മലയല്ലേ, അപ്പുറത്ത് വഴിയേ ഇല്ല. അല്ല വഴിയില്ലെങ്കിൽ നമ്മൾ വഴി ആടാ ചാടല്ലേട്ടോ. അപ്പുറത്ത് ജെല്ലിയുണ്ട്, ജെല്ലി ഫിഷ്. ഈ സൈഡിലേക്കൊക്കെ വഴിയുണ്ട് കൈസി. എന്തിനാണ് വഴി? ഇവിടെ നമ്മൾ വീണ്ടും എവിടെ എത്തി? നമ്മൾ വരണ്ടെന്ന് വിചാരിച്ച സ്ഥലത്ത് തന്നെ എത്തി. ഇവിടെയൊക്കെ എന്താണ് കൈസ്? ദിവന്മാരുടെ വീട് വല്ലതാണോ ഇത്? ഒരു സംശയമില്ലാതില്ല. കുറേ സ്ഥലങ്ങളിലാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. എടാ ഇതിപ്പോൾ ഇവന്മാരെ കണ്ടു കിട്ടിയില്ലല്ലോ. മറ്റവർ എടാ ഇവിടെ മോളുണ്ട്, അത് കഴിക്കാൻ പറ്റുന്ന അവിടെ റിയൽ ലൈഫിൽ എല്ലാ മോഡലും ഉണ്ട് ഇതിനകത്ത്. ഇല്ലടാ, ഫുഡ് കഴിക്കണമെങ്കിൽ ക്യാരറ്റ് അതൊക്കെ കഴിക്കണം. ചേട്ടാ മറ്റവൻ കണ്ട് ക്രീപ്പർ കണ്ട് അവരൊന്നും കണ്ടിട്ട് കാര്യമില്ല. നമ്മുടെ മെയിൻ വില്ലൻസ് കാണണം. എടാ ഇവനേതാണ് തൊപ്പി വെച്ച് നടക്കുന്നവൻ? അവൻ്റെ അടുത്തേക്കൊന്നും പോകണ്ട, അവൻ ഡേഞ്ചറസ് ആയിട്ടുള്ള അവൻ്റെ അടുത്തേക്കൊന്നും. ഇവൻ ചെയ്യണം. അയ്യോ പണി പാളി തെറിച്ചു. എൻ്റെ പൊന്നി ഇയാളേതോ മെഡിസിൻ. നീ വാ എന്നെ കാത്തല്ല ഞാൻ ഇരിക്കണം. ലാവയാ വെട്ടടാ ലാവയ്ക്കിറങ്ങിയ എന്ത് പൊന്നെ മോർണിംഗ് ഇവിടെ എത്തിയ. ഇവന്മാരെ വെട്ടിക്കൊന്നും ആവശ്യമില്ല. എടാ ഇവന്മാരുടെ ഇല്ല അങ്ങനെ തോറ്റു കൊടുക്കുന്നവനല്ലാടെ ഞാൻ. ഫസ്റ്റ് ഒരു 4 എണ്ണം മതി, 4 എണ്ണത്തോണ്ട് സെറ്റാക്കുന്നതേ ഉള്ളൂ. ഇറങ്ങിയൊരു താൻ കണ്ട എൻ്റെ ഇയാളൊക്കെ എന്നെ പെട്ടെന്ന് കണ്ടല്ലോ. പണി എൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് വെച്ചോ. അയ്യാ പണിപാളി ചേടാ പണിപാളി ഒന്ന് ഇറങ്ങിപ്പോടേ, ഒന്ന് ആടിപ്പോടാ. ഇതെന്താണ് ഇയാളുടെ മെഡിസിൻ കാരനേക്ക് പോവാൻ പറ്റുള്ള? എൻ്റെ പൊന്നെ എന്താണ് സ്ലോ മോഷൻ ആയത്? നമുക്ക് എന്താണ് പറ്റിയത്? നമ്മൾ സ്ലോ മോഷനായി. ഞാൻ വെള്ളത്തിൽ വീണ നോക്കട്ടെ ഗൈസ്. വെള്ളത്തിൽ വീണ പിന്നെ തിരിച്ചു കയറാനാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ചാടറാ, ഇങ്ങോട്ട് ചാടാണെങ്കിൽ സീല്ല. ചാടറാ
തിഞ്ഞ് സൂപ്പറാവും തിഞ്ഞ്. ആ ഫസ്റ്റ് തന്നെ ആരെന്നെ കണ്ടേ? ഓ ദിവമാനാ. ദിവൻ. ഓ പണിപാളി. ഓ ഇവൻ കണ്ടപ്പോൾ തന്നെ പൊളി. എടാ ഇവൻ കണ്ടപ്പോൾ തന്നെ പൊളിക്കാണ്. എന്നെങ്കിലും കേട്ടോ നമുക്ക് ഏത് വഴിക്കാന്ന് പോകണ്ട ഗൈസ്. എല്ലാം മറന്നു. എന്തിനാണോ ഞാൻ ഇവിടേക്ക് വന്നത് ആ കാര്യം മറന്നുപോയി. പിന്നെ യുദ്ധമൊന്നുമില്ല ഗൈസ്. യുദ്ധമൊക്കെ ഞാൻ കളഞ്ഞു. നമുക്കെന്നാലും ഈ സ്ഥലത്തൊന്ന് വിടാം ഗൈസ്. ഇവിടെ നിന്ന് നിൽക്കുന്ന കാര്യമില്ല. എനിക്ക് യുദ്ധം ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതും നമുക്ക് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പറ്റില്ല ഗൈസ് ഈ ഗെയിമിൻ്റെ അത് ശരിക്കും. റിയലി ഗൈസ് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് യുദ്ധമൊന്നും ചെയ്യാൻ പറ്റില്ല. ഓ നമുക്കൊരു സീരിയസ് ഇതായിട്ട് തുടങ്ങിപ്പോവാം. അങ്ങോട്ട് ഒരു സ്റ്റോറി ഗെയിമൊക്കെ കളിക്കാൻ കഴിയും നമുക്ക്. ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് കയറടേ. പിന്നെ കഴിച്ച് നിങ്ങളാരെയും ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണാം. എന്നാണ് ഇവിടെ വീട് മാതിരി ഉണ്ടാക്കി വെച്ചേക്കണം ഇവന്മാർ. ഞാൻ സമ്മതിച്ചു. എനിക്ക് പോലും ഇത്ര നേരം ഇവിടെ ഉണ്ടായിട്ട് വീട് പോയിട്ടൊരു ഇതേത് വീട്? ഇയാളത് വീട് തന്നെയാണ്. ഇയാളത് ക്രീപ്പർ ഹൗസാണോ? എൻ്റെ പൊന്നെ പണിപാടി. ഓ പൊട്ടിത്തെറിച്ചു. ഇയാളുടെ വീട് ഇയാൾ പൊട്ടിത്തെറിപ്പിച്ചാണ്. എൻ്റെ പൊന്നെ സോംബി ചപ്പ്. പോയി എനിക്ക് മനസ്സിലായി ഇത് ഇവന്മാരുടെ വീടാണ്. എൻ്റെ പൊന്നെ നമ്മളിപ്പോൾ ചാവണെങ്കിൽ സെയിം അവസ്ഥയാളാവണത്. ചവിട്ടിയാണെങ്കിൽ വെള്ളം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ തന്നെ നിർത്താണ്. അപ്പോൾ ഗൈസ് നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. ശിവനെ കൊല്ലട്ടെ ഗൈസ്, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും തീരാണ്. ഇനി നമുക്കിപ്പോൾ 3 സീരീസുകളാണ് ഗൈസ്. 3 4 മറ്റേ ഇന്ത്യൻ ഡിഫോട്ടോ ഉണ്ട്. പിന്നെ പുതിയ സീരീസാണ് ഇന്ത്യൻ ഡിഫോട്ടയും. പിന്നെ ഈ ഒരു പേട സീരീസും. പേടയൊന്നുമല്ല മൈൻക്രാഫ്റ്റ് ഗൈസ് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവുന്നുണ്ട് ഗൈസ്. അതാണ് ഈ സ്റ്റെച്ചെടുത്തിട്ട് പേട്ട സ്റ്റക്കാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ എന്തായാലും ഇന്നത്തോടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പം നമുക്ക് ഏതൊക്കെ സീരീസ് ഉണ്ട് ഗൈസ്? ഗ്രാനുണ്ട്, റോബ്ലോക്സ് ഉണ്ട്, പിന്നെ NDF ഉണ്ട്, നമ്മുടെ ഈ ഒരു മൈൻക്രാഫ്റ്റ് ഉണ്ട്. ഫൈനലി നമ്മൾ ഈ ഒരു സീരീസ് നിർത്താണെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഇവന്മാരായിട്ട് ഒരു ഫൈറ്റ് നടക്കും. ഈ ഗെയിം നമ്മൾ ജയിക്കും. ഇതൊക്കെ നടക്കും ഗൈസ്. പിന്നെ മൾട്ടിപ്ലെയർ. പിന്നെ ഗൈസ് നിങ്ങൾ ആരും നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ക്യാൻ യു സപ്പോർട്ട് മൈ വീഡിയോസ് എന്നാണ് ഒരു ഡൗട്ട് ചോദിക്കാറുണ്ട്. പ്ലീസ് സപ്പോർട്ട് ഗൈസ്. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല. പ്ലീസ് സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർക്കുകയാണെങ്കിൽ ദിവൻ എനിക്കൊരു ഹെൽപ്പ് വേണം. തൻ്റെ ഹെൽപ്പ് വേണമെന്ന് തനിക്ക് എന്താണ് പറഞ്ഞ കേട്ടോടെ? എന്ന് പറഞ്ഞാൽ കേക്കടേ. ഇവനെ കൊണ്ട് എന്ത് ശല്യമാണ് ഗൈസ്. ഇവന്മാരിപ്പോൾ കാണിച്ചു ഗൈസ് നമ്മളൊക്കെ ഒന്ന്. അപ്പോൾ എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ഒരു കിടിലൻ ഗെയിം തന്നെയാണ്. പക്ഷേ ഒന്നുമില്ല. നമുക്കിതിനകത്ത് ഫ്രണ്ട്സായിട്ടൊക്കെ കളിക്കാൻ പറ്റും. ഫ്രണ്ട്സായിട്ട് നമുക്ക് സർവേസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. സോ നമുക്ക് വേൾഡ് 2 ഉണ്ട്. ഒരെണ്ണം ക്രിയേറ്റീവാണ്, പിന്നെ ഒരെണ്ണം സർവൈവലും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഗൈസ്. വൈൻഡപ്പ്. ഇനി മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സീരീസും കൂടി ഉണ്ടാവും. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് ഗെയിം കളിക്കണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ബൈ.